ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ലെമൺ ഡേറ്റ്സ് പിക്കിളാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഡേറ്റ്സ് അരിഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മുളക് പൊടി 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഉലുവപ്പൊടി, കായം, കട്ടിയായിട്ടുള്ള കായമാണ് എടുത്തേക്കുന്നത്. ഇത് ലെമൺ 1 മാസം മുന്നേ ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ്. വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില, ഇത്രയും സാധനമുണ്ട്. ഇനി എണ്ണ ചൂടാക്കി ഇതിലേക്ക് കടുകും ഉലുവയും ഇടാം. ഇത് നല്ലെണ്ണ ആണ് ഉപയോഗിക്കുന്നത് അച്ചാറിന്. റിഫൈൻഡ് ഓയിലും ഉപയോഗിക്കാം. ഇത് പൊട്ടിയ ശേഷം ഇതിലേക്ക് കറിവേപ്പില ഇടണം. കറിവേപ്പില നന്നായിട്ട് ഫ്രൈ ആയ ശേഷം അടുത്ത ഇൻഗ്രീഡിയൻസ് ഇടാവുള്ളൂ. ഇതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ഫ്രൈ ആവണം. ഇതിൽ വെള്ളമയം പോകണം. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ചേർത്തു. മുളക് പൊടി 3 ടീസ്പൂൺ ഉണ്ട്. കശ്മീരി ചില്ലിയാണ്, എരിവ് കുറവായിരിക്കും. നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. മൂത്ത് നല്ലൊരു മണം വരുമ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കണം. ഇതിലേക്ക് വെള്ളം ചേർത്തു. 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്തത്. നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ 1/2 കപ്പ് വിനീഗർ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. 1/2 കപ്പ് വിനീഗർ ചേർത്തു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഈ സമയത്ത് ഇതിൽ രുചികളൊക്കെ ഒന്ന് ക്രമീകരിക്കാൻ 1/2 സ്പൂണ് ഷുഗർ ആഡ് ചെയ്തായിരുന്നു. അത് ക്യാമറ കട്ടായതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഞാനിതിലേക്ക് ഡേറ്റ്സ് ചേർത്തു. ഡേറ്റ്സ് ഒന്ന് വേവുന്നവരെ ഇതിലിട്ട് തിളപ്പിക്കണം. ജസ്റ്റ് ഒന്ന് കുഴഞ്ഞ് വന്നാൽ മതി, അത്രയേ ഉള്ളൂ, ഒരുപാട് വേവണ്ട. ഇത് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഇത് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ കറക്റ്റ് ആയിരിക്കും. ഈ സമയത്ത് ലെമൺ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് രണ്ടും കൂടി. ഇനി നമ്മൾ പൊടിച്ച് വെച്ച കായപ്പൊടിയും ഉലുവയും ചേർക്കാം. കായപ്പൊടി പൊടിച്ചതാണ്. ഇത് ഉലുവ 1 ടീസ്പൂൺ, അതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് എടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്കൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അച്ചാർ റെഡിയായി. ഡേറ്റ്സ് ലെമൺ പിക്കിൾ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ബിരിയാണിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഹാവ് എ നൈസ് ഡേ.